നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ചാവക്കാട് ഗുരുവായൂർ ഭാഗങ്ങളിലായി 105 ഗ്രാം MDMA പിടികൂടി. അതിരപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഹേ റാം ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നടത്തി. വാർത്തകൾ വിശദമായി. എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ചാവക്കാട് ഗുരുവായൂർ ഭാഗങ്ങളിലായി 105 ഗ്രാം MDMA പിടികൂടി. ചാവക്കാട് സ്വദേശി ആഷിഫ്, കോഴിക്കോട് സ്വദേശി അമർ ജിഹാദ് എന്നിവരാണ് പിടിയിലായത്. അമർ ജിഹാദിനെ രാത്രിയിൽ ചാവക്കാട് നിന്നും ആഷിഫിനെ രാവിലെയോടെ ഗുരുവായൂർ നിന്നുമാണ് പിടികൂടിയത്. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ ബൈക്കുകളും എക്സൈസ് പിടിച്ചെടുത്തു. അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷമാണ് വനംവകുപ്പ് ആനക്കുട്ടിയെ കരയ്ക്കെത്തിച്ചത്. ഇന്നലെ രാത്രിയിലാണ് കാട്ടാനക്കുട്ടി കുഴിയിൽ വീണത്. അതിരപ്പിള്ളി വെറ്റിലപ്പാറ 9-ാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനു സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ആനക്കുട്ടി വീണത്. കാട്ടാനക്കൂട്ടത്തോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിൽ അകപ്പെടുകയായിരുന്നു. ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി അയ്യമ്പുഴ RRT സംഘത്തിന്റെ സഹായം തേടി. കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷമായിരുന്നു RRT ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി വടമുപയോഗിച്ച് പുറത്തേക്കെത്തിക്കുകയായിരുന്നു. പുറത്തെത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വൈദ്യപരിശോധന നടത്തി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആനക്കുട്ടിയെ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിനൊപ്പം വിടാനാണ് നിലവിലെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഹേ റാം ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഗാന്ധിജിയെ കൊന്നത് മാത്രം കൊണ്ട് അവരുടെ കളി തീരുന്നില്ല. ഗാന്ധിജിയെ കൊന്നൊടുക്കിയതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഗാന്ധിജിയുടെ ആശയങ്ങളെ തകർത്തുകൊണ്ടാണ് RSS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗാന്ധിജി ആദ്യമായി ഒരു കർഷക സമരത്തിൽ പങ്കെടുത്ത ചമ്പാലിൽ, ബീഹാറിലെ ചമ്പാലിൽ അദ്ദേഹത്തിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. ഗാന്ധിജിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെക്ക് വേണ്ടി അമ്പലം പണിയുന്ന തിരക്കിലാണ് RSS. എല്ലാ മേഖലയിലും ഈ ജനാധിപത്യവും മതേതരത്വം തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുവാനാണ് RSS സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തുകൊണ്ട് ആ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോൾ, ആ ജീവൻ പ്രാണൻ വെടിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹേ റാം എന്നായിരുന്നു. ഇന്ന് രാമന്റെ പേരിൽ അമ്പലം പണിതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ RSSകാർ ഒന്നും ഓർക്കേണ്ടതായിരുന്നു. ആ രാമൻ ആ ഹൃദയത്തിലായിരുന്നു യഥാർത്ഥ രാമൻ. ആ രാമനെ എതിർത്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KS ഷുഹൈൽ, നേതാക്കന്മാരായ ഇസ്ഹാഖ് ഹുസൈൻ, അനസ് അബൂബക്കർ, CJ ജോഷി, VS ജിനേഷ്, യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശലഭോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരത്രത്തോളം വളരെയധികം മാനസികമായിട്ട് വിഷമത്തിൽ കൂടെ ജീവിച്ചു പോകുന്ന സാഹചര്യമാണ്. അവർക്ക് ഏതൊക്കെ രീതിയിലാണ് അവരുടെ അവരുടെ മനസ്സിനെ നമ്മൾ സ്നേഹത്തോടു കൂടി ഉഷാറാക്കുന്നതിനും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിനും അവര് മുന്നിട്ട് നമ്മുടെ സമൂഹത്തിന് മുന്നിട്ട് ഇറങ്ങുന്നതിനും സാമൂഹികപരമായ കാര്യങ്ങൾ കാഴ്ചവെക്കുന്നതിനും വേണ്ടി കലാപരമായ കഴിവുകളെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തന്നെ നോക്കുന്നത്. അപ്പൊ കാലത്ത് 8 മണിക്ക് നമ്മുടെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള ഓട്ടച്ചാട്ടങ്ങളുടെ പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. വെയിലാവുന്നതിനും അത് നമുക്ക് അവസാനിപ്പിക്കണം. അതിനുശേഷം അവരുടെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ നമ്പറൊക്കെ ഇട്ട് കുട്ടികൾ നിരനിരയായിരിക്കും. അവരിപ്പോ വിളിക്കും എന്നുള്ള ആകാംക്ഷയോട് കൂടിയാണ് നമ്മുടെ മക്കളിൽ ഇരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് നല്ലൊരു പരിപാടി നമ്മുടെ സർക്കാർ തന്നെ ഇങ്ങനെ നമുക്കായി തരുന്നത് വളരെ അഭിമാനപൂർവ്വമുള്ള ഒരു പരിപാടിയാണ്. അതായത് നമുക്കറിയാം, നൈപുണ്യ കുട്ടികൾ, അതുപോലെ തന്നെ കരുണാപരമായ കുട്ടികളൊക്കെ നമ്മൾ പല പ്രാവശ്യങ്ങളും ഇവിടെ
പക്ഷെ ഇവർക്ക് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കരയില്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, ജയന്തി, പഞ്ചായത്ത് സെക്രട്ടറി ജെ ഗിരിജ, ICDS സൂപ്പർവൈസർ രാധിക, അധ്യാപകരായ ഷുഹൈന, നീതു സരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. KSSPU പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മെമ്പർഷിപ്പിന്റെ എണ്ണം വർദ്ധിച്ചു. പലയിടത്തും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സംഘടനാ നേതാക്കൾ നമ്മുടെ സംഘടന ദുർബലപ്പെട്ടു പോയി. നമ്മുടെ സംഘടനയ്ക്കുള്ള ആത്മധൈര്യക്കുറവും പ്രവർത്തന കാര്യക്ഷമതയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നത് എന്ന് അണികളെ ബോധ്യപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ദൗർബല്യവും ദുർബലതയും കാണാൻ കഴിയും. അപ്പൊ നേതാക്കളുടെ കടമ എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സംഘടന സമര പോരാട്ടത്തോടുകൂടി സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിലും നമ്മുടെ കേരളം ഭരിച്ചിരുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന LDF-ഉം UDF-ഉമാണ് കേരളം ഭരിച്ചിരുന്നത്. മനസ്സിലാവും, നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. പിന്നെ ചില സംഘടനകളൊക്കെ പൊട്ടി മുളച്ച് വരുന്നു എന്ന് സഹീർ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് കണ്ട് നമ്മൾ വേവലാതിപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അവർക്ക് ഒരു കാരണവശാലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സംഘടനകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മുടെ സംഘടനാ ശേഷി ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് ബലക്ഷയം. യൂണിറ്റ് പ്രസിഡന്റ് MK സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. PV ഗിരിജ, C ഗോപാലകൃഷ്ണൻ, PK മുഹമ്മദ് സഗീർ, A പവിഴം, TM ജ്യോതി പ്രകാശൻ, KK രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണത്തിന്റെയും ക്ഷാമാശ്വാസത്തിന്റെയും 2 ഗഡു കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക, 2021 ജനുവരി മുതൽ 2023 ജൂലൈ വരെ പ്രാബല്യത്തിൽ ലഭിക്കേണ്ട ക്ഷാമാശ്വാസ ഗഡുക്കൾ ഉടൻ അനുവദിച്ച് ഉത്തരവാക്കുക, മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി VV ജയകുമാറിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി KK രാമകൃഷ്ണനെയും PK മുഹമ്മദ് സഗീറിനെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. CA പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ കയ്പമംഗലം കാളമുറി സ്വദേശി പള്ളിപ്പറമ്പിൽ ഷിജാൻ അബൂബക്കറിനെ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയുക്ത കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ മൊമെന്റോ കൈമാറി ആദരിച്ചു. പിന്നെയും എനിക്ക് ശേഷം നമ്മൾ കയ്പമംഗലത്ത് തന്നെ 1, 2, 3 പേരൊക്കെയാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ, എന്നാൽ വളരെയധികം കഷ്ടപ്പാടുള്ള, എന്നാൽ വളരെയധികം സ്കില്ല് വേണ്ട ഒരു ഡിഗ്രിയാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ അത് പാസ്സായതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അത് പാസ്സായെന്ന് മാത്രമല്ല, ഒരു ജോലിയോടൊപ്പം, ഒരു ബിസിനസ്സിനോടൊപ്പം ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്ന പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. നമ്മൾക്ക് സാധാരണ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിപ്പ് മാത്രമായിട്ട് ആളുകൾ നിന്നിട്ടാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത എല്ലാവരും തന്നെ ഇങ്ങനത്തെ ഒരു മേഖലയിൽ വിജയിച്ചത്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളും കൊണ്ടു നടക്കുക, അതോടൊപ്പം ഇതും കൂടി പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. നമ്മളെ ഈ യുവ സമൂഹത്തിന് തന്നെ, യുവാക്കൾക്ക് തന്നെ എന്തായാലും മാതൃകയാണ്. എന്തായാലും ഈ ഇതിൽ യൂത്ത് കോൺഗ്രസ് ഇതിന് നമ്മൾ ആദരവ് നൽകുന്നതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ, CJ ജോഷി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ മുഹമ്മദ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KS ഷുഹൈൽ, PK റാസിഖ്, ഗഫൂർ ചോപ്പൻ, PS ഷാഹിർ, TK ഉമർ, VB ജാബിർ, മുനീർ, ഫാസിൽ, അസ്മൽ, TT മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് കോഴികളെ വിതരണം ചെയ്തു. 2.5 ലക്ഷം രൂപ വിനിയോഗിച്ച് 420 പേർക്ക് 22,000 കോഴികളെയാണ് വിതരണം ചെയ്തത്. എടത്തിരുത്തി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ 420 പേർക്കാണ് ജനറൽ വിഭാഗങ്ങൾക്ക് മുട്ടക്കോഴികൾ വിതരണം നടത്തുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 200 പേർക്ക് നമ്മളിവിടെ നൽകുകയാണ്. 2 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ആണ് നമ്മൾ
ജനകീയാസൂത്രണ പദ്ധതി 23-24 വർഷത്തെ ഇതിൻ്റെ പ്രവർത്തനം ആദ്യഘട്ടം നമ്മൾ നടത്തുന്നത്. ഇനി രണ്ടാം ഘട്ടമായിട്ട് പേർക്കും കൂടി നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ്റെ ചെറിയ വ്യതിയാനം വന്നതിനെ സംബന്ധിച്ച് ഡോക്ടറോട് സൂചിപ്പിച്ചു. 50 രൂപ ഉപഭോക്താക്കളിൽ നിന്ന് മേടിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായതാണ് സംസ്ഥാന ലെവലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ അതുമായി യോജിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒരു അസറ്റ് ഉണ്ടാവുക എന്ന നിലയ്ക്കാണ്. ഡോക്ടർ സിബി സോമു പദ്ധതി വിശദീകരണം നടത്തി. കഴിഞ്ഞ വർഷം വരെ ഒരു കോഴിക്ക് 120 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷം പദ്ധതി വെച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ യൂണിറ്റ് കോസ്റ്റ് ജില്ലാ തലത്തിൽ 130 ആയി. ഒരു കോഴിക്ക് 130 ആയതുകൊണ്ടാണ് നിങ്ങളുടെ ശരിക്കും 600 രൂപ, മൊത്തം 5 കോഴിക്ക് 600 രൂപ വരേണ്ടത് നിങ്ങളുടെ 650 രൂപ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാങ്ങേണ്ടി വന്നത് ഈ പ്രാവശ്യം. അതാണ് എല്ലാവരെയും ഒരു 50 രൂപ അഡീഷണൽ ആയിട്ട് ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനാണ് നമ്മൾ വാങ്ങേണ്ടി വന്നത്. അത് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ഏകദേശം 1000-1100 കോഴികളെ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഒറ്റ വിതരണം കൊണ്ട്. ഇനിയൊരു വിതരണം കൂടി ഉണ്ടാവുള്ളൂ. ഒരു 1000 കോഴി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 പദ്ധതി നമ്മൾ പൂർത്തീകരിക്കുന്നതായിരിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ സജീഷ് സത്യൻ, ഹേന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമല റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല ആശുപത്രിയിലെ ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, മാനേജർ ഫാത്തിമ മോഹൻ, NSS പ്രോഗ്രാം ഓഫീസർ CC ഷാനു എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ മുടി ദാനം ചെയ്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സൈസിന്റെ വൻ ലഹരിവേട്ട. ചാവക്കാട്, ഗുരുവായൂർ ഭാഗങ്ങളിലായി 105 ഗ്രാം MDMA പിടികൂടി. അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഹേ റാം ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.